അമേരിക്ക വിചാരിച്ചിരുന്നത് വെനസ്വേലയിൽ നിന്ന് അവരുടെ രാജ്യത്തെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇറാനെതിരെയുള്ള യുദ്ധം. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനി അവർക്ക് വധിക്കാൻ കഴിഞ്ഞു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 40ഓളം പേരെ കൂടി വധിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ മുഹമ്മദ് പക്ബാൽ എന്നറിയപ്പെടുന്ന അവരുടെ IRGCയുടെ സേനാ തലവനടക്കമുള്ള ആളുകളെല്ലാം തന്നെ വധിച്ചിരിക്കുന്നു. പക്ഷേ ഇത് വധിച്ചതിന് ശേഷം അവിടെ ഒരു അട്ടിമറി സംഭവിക്കുമെന്നും അവിടെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണകൂടത്തെ തന്നെ വെക്കാൻ കഴിയുമെന്നുമൊക്കെയാണ് അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയല്ല പുരോഗമിച്ചത്. പകരം അവിടെ ഈ നമ്മുടെ ആയത്തുള്ള അലി ഖൊമൈനിക്ക് പകരമായി അലി റസ അറാഫി എന്ന് പറയുന്ന 1959 ജനിച്ചിട്ടുള്ള അവിടുത്തെ മെമ്പർ ഓഫ് ഗാർഡിയൻ കൗൺസിലിലെ പ്രധാനപ്പെട്ട ഒരു മെമ്പറായിട്ടുള്ള അദ്ദേഹത്തെ അവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. താൽക്കാലിക പരമോന്നത നേതാവായിട്ട് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. കൂടാതെ അഹമ്മദ് വാഹിദി എന്ന് പറയുന്ന ഒരാളെ ഈ മുഹമ്മദ് പക്ബൂലിന് പകരമായിട്ട് IRGCയുടെ അദ്ദേഹം നേരത്തെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഒക്കെ ആയിരുന്നു, അദ്ദേഹത്തെയും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയത്തുള്ള അലി ഖൊമൈനിയുടെ അതേ റെജീമിൻ്റെ പിന്തുടർച്ചക്കാരെയൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി വേഗത്തിൽ വിന്യസിക്കാനും പകരക്കാരായി നിയമിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ചുരുക്കം. അതുകൊണ്ട് ഇറാൻ സർവ്വശക്തിയോടും കൂടി ഇപ്പോൾ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് അമേരിക്കയെ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിൽ പോലും ഇസ്രായേലിലും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലുമൊക്കെ തന്നെ വലിയ ആക്രമണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ എയർ ബേസ് ആയിട്ടുള്ള 27ഓളം വരുന്ന സ്ഥലങ്ങളിലും അതോടൊപ്പം പാം ജുമൈറ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് IRGC ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ക്ലെയിം ചെയ്തതാണ് ഇൻ്റർനാഷണൽ ലെവലിൽ. അത് മിക്ക ഇൻ്റർനാഷണൽ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്തിനകം ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ തന്നെ ബോംബിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ബോംബിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുപക്ഷെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നുള്ളത് കൂടിയാണ് IRGC, അതായത് ഇന്ത്യ ഇറാനിയൻ റവന്യൂ ഗാർഡ്സ് കോപ്പുകൾ അവർ അവകാശപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് കൂടാതെ നിങ്ങൾ അറിയേണ്ടത് ലെബനോണിലും അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലും നമുക്കറിയാം അമേരിക്കയുടെ വലിയ യുദ്ധക്കപ്പൽ തന്നെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ലെബനോണിൽ ഒക്കെ തന്നെ അടുത്തൊരു യുദ്ധമുഖം കൂടി അമേരിക്ക തുറന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം എന്തായാലും പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നുള്ളത് ചുരുക്കം. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു, ഏതാണ്ട് 500-ലധികം വരുന്ന ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്നു, അവരുടെ യാത്രകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്നു. നിരവധി ആളുകൾ ഇപ്പോൾ കുവൈറ്റിലും അതുപോലെ ബഹ്റൈനിലും അതുപോലെ തന്നെ UAE-യിലുമൊക്കെയുള്ള നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് യാത്ര ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഇല്ല എന്നുള്ളത് ചുരുക്കം. യഥാർത്ഥത്തിൽ അവർ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ പോലും ഈ അറ്റാക്കുകൾ എത്രത്തോളം കൂടും എന്നുള്ള കാര്യത്തിൽ അവർ ഭയചകിതരായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഭരണാധികാരികളൊക്കെ തന്നെ. കാരണം ഇറാൻ ഒരു ലക്കാനുമില്ലാതെ അവർക്ക് ഇനി ഒന്നും നോക്കാനില്ലാത്ത ലെവലിൽ അവരുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനി തന്നെ അന്തരിച്ചിരിക്കുന്നു. സോ സർവ്വശക്തിയും എടുത്ത് അവർ തിരിച്ചടിക്കാനാണ് ഒരുമ്പെടുന്നത്. ഇതേ സമയം തന്നെ ഇറാനിലെ ചില റിബലേഴ്സ് ആയിട്ടുള്ള ചില നേതാക്കളും അതുപോലെ റിസ പഹൽവിയും ഒക്കെ തന്നെ അത്തരത്തിൽ, അതായത് പഹൽവി നേരത്തെ 1979 ഭരിച്ചിരുന്ന ആളുടെ ചെറുമകനൊക്കെ തന്നെ അദ്ദേഹം തിരിച്ചു വരികയും അവിടെ ഭരണാധികാരം ഏറ്റെടുക്കുകയും ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇറാനിൽ ഉണ്ടാകും. കാരണം ഇറാൻ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ ആയത്തുള്ള അലി ഖൊമൈനിക്കെതിരെയുള്ള പ്രതിഷേധവും രോഷവും ആളുകളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ആയത്തുള്ള അലി ഖൊമൈനി ഇങ്ങനെ വധിക്കപ്പെടുകയും ഇസ്രായേലും അമേരിക്കയുടെയും ഒക്കെ ആക്രമണത്താൽ വധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ശതമാനം ആളുകൾക്കെങ്കിലും ഈ ദേഷ്യം ഇല്ലാതായി പോവുകയും പകരം രാജ്യമെന്ന വികാരം ഉണരുകയും ചെയ്തുകൊണ്ട് അവരെല്ലാവരും തന്നെ ഇറാനിയൻ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഉക്രൈൻ യുദ്ധമൊക്കെ തുടങ്ങിയപ്പോൾ ഉക്രൈൻ ചെറിയ ഒരു ശക്തിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കുമെന്നാണ് നമ്മളിൽ പലരുമൊക്കെ വിചാരിച്ചിരുന്നതെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ അമേരിക്കൻ ഫൈറ്റ് ജെറ്റുകൾ തകർത്തുകൊണ്ടും ടെഹ്റാനിൽ ആക്രമണം കടുപ്പിച്ചുകൊണ്ടും ഇറാൻ ഒരിക്കൽ കൂടി വലിയ ശക്തിയോടുകൂടി ആഞ്ഞടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ 550 കഴിഞ്ഞു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മീഡിയകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ 550 അല്ല, 1000-ലധികമെങ്കിലും മരണസംഖ്യ കടന്നിട്ടുണ്ടാവും. ഇതിൽ തന്നെ ഏതാണ്ട് 230-ലധികം പേർ കുട്ടികളാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പത്തരത്തിലുള്ള വലിയ തോതിലുള്ള യുദ്ധം ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കും.
നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബലി എവിടെ യുദ്ധം നടന്നാലും വലിയ പ്രശ്നങ്ങൾ നമുക്ക് രാജ്യത്തുള്ള എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ പ്രൈസ് ഹൈക്കാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളുടെ ലഭ്യത കുറയാനുള്ള വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഹോർമിസ് കടലിടുക്കിലൂടെ ഏതാണ്ട് ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെ 50% എത്തുന്നത് അതുവഴിയാണ്. 26 ലക്ഷത്തോളം വരുന്ന ബാരലുകൾ നമ്മൾ അതുവഴിയാണ് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ചരക്ക് ഗതാഗതങ്ങളൊക്കെ ഉണ്ട്. അതും ഒരുപക്ഷെ തടസ്സപ്പെട്ടേക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ യുദ്ധം ഏതാണ്ട് കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാനുള്ളൊരു കാര്യം, 3-ാം ദിവസവും ശക്തമായ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ ശക്തമായ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി വന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ, അതായത് അവർക്ക് വലിയ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഉള്ളതാണ്, പക്ഷേ എങ്കിൽ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിന് മുകളിൽ തന്നെ ബോംബിട്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ സ്റ്റിൽ അലൈവ് ഓർ നോട്ട്, ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇറാൻ്റെ സേന എന്ന് പറയുന്ന IRGC എന്ന് പറയുന്നത് അവർ വലിയ ശക്തിയോടുകൂടി തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സോ ബാക്കിയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു എന്തായാലും ബങ്കറിലായിരിക്കും. അതുകൊണ്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നൊന്നും നമുക്ക് ഉറപ്പല്ല. പക്ഷേ ഇറാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ, അദ്ദേഹത്തിൻ്റെ കാര്യം വലിയ ആശങ്കയിലാണ് എന്നാണ് അവർ കൂടി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള സൂചനകൾ കൂടിയാണ് IRGCയും ഇറാൻ വാർത്താ മാധ്യമങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നത്.